സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. റബീഉൽ അവ്വലിൽ കാണപ്പെടുന്ന മൗലിദും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആചാരങ്ങളും, അതിനോട് നാം വിമുഖത കാണിക്കുന്നത്, അതിൽ സഹകരിക്കാത്തത്, അത് ചെയ്യാത്തത് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. മറിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു പ്രവർത്തനം, ഒരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും അവിടുത്തെ ജന്മദിനം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, വല്ലാഹി വതല്ലാഹ്, അള്ളാഹുവാണ് സത്യം, നമ്മളതിൽ മുൻപന്തിയിലുണ്ടായിരിക്കും. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വാസം ഉൾക്കൊള്ളാൻ നമുക്ക് മറ്റൊന്നും തടസ്സമായിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ആചാരമോ അനുഷ്ഠാനമോ, നമ്മുടെ വസ്ത്രധാരണമോ, നമ്മുടെ മുഖത്ത് ഈ വളർന്നിരിക്കുന്ന താടിയോ, ഇതെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് അവിടുന്ന് പിൻപറ്റിയതിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഇത്തരം ബിദ്അത്തുകളിൽ പങ്കുചേരാൻ പാടുള്ളതല്ല, മറിച്ച് സുന്നത്തിൽ അവൻ ഒതുങ്ങി നിൽക്കണം. സഹോദരങ്ങളെ, മൗലിദ് ബിദ്അത്താണ് എന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം അബു ഹഫ്സ് താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുല്ല, അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്, ഈ പറഞ്ഞ മൗലിദിന്റെ ഹുക്ം എന്താണ്, വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഞാൻ പറയട്ടെ, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നഹ്, ഖുർആനിലോ സുന്നത്തിലോ ഈ മൗലിദിന് യാതൊരു അടിസ്ഥാനവുമില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനി അൽ മുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീൻ. നമുക്ക് മാതൃകായോഗ്യരായ മുൻഗാമികളുടെ ആധാറുകൾ, ചര്യകൾ മുറുകെ പിടിക്കുന്ന ഈ ഉമ്മത്തിലെ ഒരൊറ്റ ഉലമായിൽ നിന്നും ഉദ്ധരിക്കപ്പെടാത്ത കാര്യമാണത്. ബൽ മറിച്ച് ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു. അഹ്ദസഹൽ ബത്താലൂൻ വശഹ്വതു നഫ്സിൻ, ആരാണ് ഈ മൗലിദ് ഉണ്ടാക്കിയത്? ബാത്തിലിന്റെ ആളുകളാണ്, അതുപോലെ ദേഹേച്ഛക്കാരുമാണ്. യഅ്തനാ ബിഹാ അൽ അക്കാലൂൻ, അതിനുശേഷം തീറ്റക്കൊതിയന്മാർ പിന്നെ അത് എടുത്ത് ആഘോഷമാക്കി അതങ്ങനെ ചര്യയാക്കി കൊണ്ട് നടക്കുകയും ചെയ്തു. ഇനി സഹോദരങ്ങളെ, ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം, ഇൻദി അൻ അസ്ല അമലിൽ മൗലിദി, അതായത് അദ്ദേഹത്തിന്റെ അടുക്കൽ മൗലിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതലും ഹദീസ് വായിക്കലും ചില ചരിത്രങ്ങൾ പറയലും എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പിരിയലുമാണ്. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഹുവ മിനൽ ബിദ്അഇൽ ഹസന, നല്ല ബിദ്അത്താണ് എന്നാണ്. നല്ല ബിദ്അത്ത് എന്ന ഒരു സമ്പ്രദായം തന്നെ ദീനിലില്ല, മറിച്ച് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ടത് എന്നാണ്. ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട ഒരു കാര്യം എങ്ങനെ നല്ലതാകും? പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹത്തെ കുറിച്ച് സുയൂത്തി തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മൗലിദിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താകുന്നു, പുത്തനാചാരമാകുന്നു. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരൊറ്റ മുൻഗാമികളിൽ നിന്നും, സലഫു സാലിഹുകളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ അതിന്റെ മറ്റൊരു വശം അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ഹിജ്റ 300 വരെയുള്ള ഒരൊറ്റ നമ്മുടെ നല്ലവരായ മുൻഗാമികളും ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നമുക്കും പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഒരുപാട് പണ്ഡിതന്മാർ ഈ മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ബിദ്അത്തായ ആഘോഷം നമുക്ക് വേണ്ടതില്ല. എന്തിനേറെ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ പാടി പറയാറുള്ള വരിയുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം വന്നതാണ് മൗലിദ് കഴിക്കൽ, അത് മുമ്പ് പതിവില്ലാത്തതാണ്. ആർക്ക് പതിവില്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ അഹ്ലുസുന്നത്തിന്റെ ഒരൊറ്റ ഇമാമിനും പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തായ ഈ ആചാരം അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. ഉബൈദികൾ, ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയഈ റാഫിദുകളാണ് ഇതുണ്ടാക്കിയത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് ഖണ്ഡിതമായ ഒരു ചരിത്ര രേഖകളിലും കാണാവതല്ല. മാത്രമല്ല ഇസ്ലാമിൽ 2 ആഘോഷം മാത്രമേ ഉള്ളൂ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മൂന്നാമതൊരു ആഘോഷം അത് കൊണ്ടുവരാൻ നമുക്ക് പാടുള്ളതല്ല. മൗലിദ് ആഘോഷമാണ്, അതിന് ആശംസകൾ അർപ്പിച്ച എത്രയോ ഫ്ലക്സുകൾ, ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതിനെ നാം ഓരോരുത്തരും ഗൗരവത്തിൽ ഭയപ്പെടണം. അതിന്റെ ആളുകളായി പോകുന്നതിനെ നാം അങ്ങേയറ്റം ഭയപ്പെടണം. കാരണം ബിദ്അത്തുകാർക്കുള്ള അപകടം ദുനിയാവിലും ആഖിറത്തിലും വളരെ പരിതാപകരമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ തൗഹീദിലും സുന്നത്തിലുമായി കൊണ്ട് ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.